ഇവർ രണ്ടുപേരും ഇനിയും ഒരുമിച്ചാൽ എന്താ സംഭവിക്കുകയെന്നറിയോ? ബ്ലാസ്റ്റ്. മലയാള സിനിമ ആ വിധത്തിലൊരു ബ്ലാസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ എന്നിവർ ഒരുമിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പരസ്യം. അതവിടെ ഇരുന്നോട്ടെ, അതവിടെ ഉണ്ടെങ്കിൽ അവൻ്റെ കാവലുണ്ടാവുമെന്ന് എനിക്ക് തോന്നലുണ്ട്. ആരാണ് അവർ? എന്താ ഒരു എക്സൈറ്റ്മെന്റ്, ഏതാണ്ട് ആ ലൈനിലുള്ള പരിപാടിയാണ് എന്റർടൈൻമെന്റ്. ഞാൻ പറയട്ടെ 1-ാം തീയതി കാണട്ടെ ആൾക്ക്. അപ്പൊ പിന്നെ അന്ന് മറ്റേ അവനെ ചോദിക്കരുത്. ഇല്ലേ, പല നടന്മാരെയും ഇൻസ്പയർ ചെയ്തേ ഇരിക്കുന്ന മമ്മൂക്ക തന്നെയാണ്. ഈ ഒരു മാറ്റത്തിന് എങ്ങനെയാ മമ്മൂക്ക ഇൻസ്പയർ ആയിട്ടുണ്ടാവുക? എങ്ങനെയുണ്ട് ആ ബ്രാൻഡുകളുടെ മക്കൾ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അതിന്റെയും കൊച്ചിന്റെയും മക്കളുടെ കൂടെ അഭിനയിക്കാം. ഐസ് ഒന്ന് വളർന്നു വന്നോട്ടെ. ഞാനിതുവരെ ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. പകരം വെക്കാനുള്ള കാര്യം എന്റെ പ്രേമിക്കാന്ന് പറഞ്ഞാൽ താല്പര്യമില്ല. അതുമല്ല, ആ സമയമൊക്കെ വേറെ എന്തെല്ലാം കാര്യങ്ങളെന്നുള്ളത് പറയാനുള്ള കാര്യം ഡയറക്റ്റ് പറയാനല്ലോ. പാട്ടൊന്നും പാടി പറയേണ്ട. ഞാനൊക്കെ രക്ഷപ്പെട്ടു. അല്ല, ഈ സിനിമയിൽ എനിക്കൊരു പാട്ടുണ്ട് കേട്ടോ. റൊമാൻറ്റിക് എവിടെ കറങ്ങി കിടക്കുമ്പോൾ പുറയുന്ന ആരോ പാടുന്നതാണ്. ഇതെങ്ങും നടന്ന കഥയല്ല, ഇപ്പോൾ നടക്കുന്ന കഥയുമാണ്. ഒരിക്കലും നടക്കരുതാത്ത കഥ.